ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത പാകിസ്ഥാന് കടുത്ത പ്രഹരം നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതായത് നയതന്ത്ര പ്രഹരം നൽകിക്കൊണ്ട് പിന്നീട് കര, നാവിക, വ്യോമസേനകൾ നല്ല തിരിച്ചടി നൽകിക്കൊണ്ട് പാകിസ്ഥാനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തുടങ്ങിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് നേടാനായെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. 4 ദിവസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമതാവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമതാവളങ്ങൾക്ക് വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടു നിൽക്കുന്ന 4 ദിവസത്തെ സൈനിക ഏറ്റുമുട്ടൽ 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള അരനൂറ്റാണ്ടിലെ ഏറ്റവും വിപുലമായ പോരാട്ടമായിരുന്നു. ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച പരസ്പരം വ്യോമ പ്രതിരോധവും പരീക്ഷിക്കുകയും സൈനിക സൗകര്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തപ്പോൾ പാകിസ്ഥാന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അവകാശപ്പെട്ടു. ആക്രമണങ്ങൾ വ്യാപകമായിരുന്നില്ല എങ്കിലും അവകാശപ്പെട്ടതിനേക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പാകിസ്ഥാനാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഹൈടെക് യുദ്ധത്തിന്റെ പുതിയ യുഗത്തിൽ ഇരുവശത്തുമുള്ള ആക്രമണങ്ങൾ ഇമേജറി പരിശോധിച്ചുറപ്പിച്ചതനുസരിച്ച് ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം വച്ചുള്ളതായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമതാവളങ്ങളും ലക്ഷ്യമിടുന്നതിനാലാണ് ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് 100 മൈലിൽ താഴെ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബൊളാരി വ്യോമതാവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തിൽ വ്യക്തമായ കേടുപാടുകൾ ഇവിടെയടക്കം സംഭവിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം 15 മൈൽ പരിധിയിലടക്കം ഇന്ത്യക്ക് ആക്രമണം നടത്താനായതടക്കം ചൂണ്ടിക്കാട്ടിയുള്ളതാണ് റിപ്പോർട്ട്. മെയ് 10 റഹീം യാർ ഖാൻ വ്യോമതാവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമമല്ല എന്ന് പാകിസ്ഥാൻ ഒരു നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്നെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇന്ത്യക്ക് ഭീകരർക്കെതിരെ വലിയ നാശം വിതയ്ക്കാനായി. പഹൽഗാം ഭീകരാക്രമണത്തിനും പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും UN സുരക്ഷാ സമിതിക്ക് തെളിവ് കൈമാറാൻ ഇന്ത്യയുടെ തീരുമാനം. ഇതിനായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ തീരുമാനിച്ചു. അംബാസഡർ പി ഹരിഷാഗും UN സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുക. ഭീകര സംഘടനകളെ നിർണയിക്കുന്ന 1267 ഉപരോധ സമിതിയുടെ മോണിറ്ററിംഗ് സംഘത്തെ ഇന്ത്യൻ സംഘം കാണും. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഈ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കും. UN സുരക്ഷാ സമിതിക്ക് കീഴിലുള്ള ഓഫീസ് ഓഫ് കൗണ്ടർ ടെററിസം, ഭീകരവിരുദ്ധ സമിതി എന്നീ സമിതികളെയും കണ്ട ഇന്ത്യൻ പ്രതിനിധി സംഘം തെളിവുകൾ ബോധ്യപ്പെടുത്തും. അതിനിടെ UN സെക്രട്ടറി ജനറലുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സംസാരിച്ചു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അന്റോണിയോ ഗുട്ടറസുമായി ഫോണിൽ സംസാരിച്ച ഷഹബാസ് ഷെരീഫ് ചില ഉറപ്പുകൾ നൽകിയതായാണ് വിവരം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ പാലിക്കുമെന്നതടക്കമുള്ള ഉറപ്പുകളാണ് നൽകിയിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മരവിച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണം എന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. നദീജല കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്ന് പാകിസ്ഥാൻ കത്തിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. സിന്ധു നദിയുടെ 6 പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണം എന്നത് നിർണ്ണയിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ നദികളായ ഝലം, ചെനാബ്, ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ്, ബ്യാസ്, രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായി ഇന്ത്യക്ക് നൽകുന്നതായിരുന്നു കരാർ. പാകിസ്ഥാൻ അവകാശമുള്ള നദികളുടെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും
വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാവില്ല. പാകിസ്ഥാന്റെ അനുമതിയോടെ മാത്രമേ നദികൾക്ക് കുറുകെയുള്ള ഏത് പദ്ധതിയും നടപ്പാക്കാൻ കഴിയൂ. കരാറിൽ നിന്ന് പിന്മാറുന്നതിലൂടെ കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും ഇന്ത്യ നിർത്തിവച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരമേൽപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നായിരുന്നു ആക്രമണം. പാക് വ്യോമസേനയുടെ 1/5 സൗകര്യങ്ങൾ തകർത്തു. 23 മിനിറ്റ് നീണ്ടുനിന്ന പ്രത്യാക്രമണത്തിലൂടെ വ്യോമതാവളങ്ങളിൽ വിനാശം വിതയ്ക്കാൻ ഇന്ത്യക്കായി. F-16 അടക്കം നിരവധി യുദ്ധവിമാനങ്ങളും നിയന്ത്രണ രേഖയിലെ ബങ്കറുകളും ആക്രമണത്തിൽ തകർന്നു. നിയന്ത്രണ രേഖയിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്കായി. ഭീകരതയുടെയും പാക് റേഞ്ചേഴ്സിന്റെയും ബങ്കറുകളും പോസ്റ്ററുകളും തകർത്തു. കൃത്യതയോടെ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു. അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 13 സൈനികരാണെന്ന് പാകിസ്ഥാൻ പറയുന്നു. 6 ഇടങ്ങളിലായി 24 ആക്രമണങ്ങൾ നടന്നുവെന്നും പാക് സൈനിക വക്താവ് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടില്ല എന്നും അവർക്കൊന്നും സംഭവിച്ചില്ലെന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകര താവളങ്ങളും പിന്നീടുണ്ടായ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളുമാണ് ഇന്ത്യ ആക്രമിച്ചത്. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരമേൽപ്പിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പാക് വ്യോമസേനയുടെ 1/5 സൗകര്യങ്ങൾ തകർത്തു. F-16 അടക്കം നിരവധി യുദ്ധവിമാനങ്ങളും നിയന്ത്രണ രേഖയിലെ ബങ്കറുകളും ആക്രമണത്തിൽ തകർന്നു. കൃത്യതയോടെ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് 70 രാജ്യങ്ങളിലെ പ്രതിരോധ അറ്റാഷന്മാരെ ഇന്ത്യ അറിയിച്ചു. അതേസമയം ഇസ്ലാമാബാദിലെ നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ തവിട് പൊടിയാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഔദ്യോഗികമായി പുറത്തുവന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ 20%, ഒട്ടേറെ പോർ വിമാനങ്ങളും ഇന്ത്യ തകർത്തു. വ്യോമതാവളങ്ങളിൽ വൻ നാശം വിതയ്ക്കാൻ ഇന്ത്യക്കായി. പാക് എയർഫോഴ്സിന്റെ F-16, JF-17 പോർ വിമാനങ്ങൾ ഉണ്ടായിരുന്ന സർഗോദ, ബെലാരി തുടങ്ങിയ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കനത്ത പ്രത്യാക്രമണം. ആക്രമണത്തിൽ ഇവിടെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തു. ജാക്കോബാദിലെ ഷെഖബാസ് എയർബേസിന്റെ ആക്രമണത്തിന് മുൻപ് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. മുഷാഫ് എയർബേസിനടുത്തുള്ള പാകിസ്ഥാൻ ആണവായുധ ശേഖരത്തിലേക്കുള്ള 2 കവാടങ്ങളും ഇന്ത്യ തകർത്തതായി ഓസ്ട്രേലിയ പ്രതിരോധ വിദഗ്ധൻ ടോം കൂപ്പർ അറിയിച്ചു. ആയുധ ശേഖരത്തിലേക്ക് എത്താനാകാത്ത വിധം കവാടം തകർത്തുവെന്നാണ് ടോം കൂപ്പർ കുറിച്ചത്. നിയന്ത്രണ രേഖയിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്കായി. ഭീകരതയുടെയും പാക് റേഞ്ചേഴ്സിന്റെ ബങ്കറുകളും പോസ്റ്റുകളും തകർത്തു. കൃത്യതയോടെ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. 70 രാജ്യങ്ങളുടെ പ്രതിനിധികളോട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ചു. ചാരപ്രവർത്തനം നടത്തിയതിന് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയം പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാൻ പുറത്താക്കിയത്.